നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കരിമ്പ വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് നാടിന്റെ കണ്ണീർ പ്രണാമം. പൊതുദർശന വേളയിൽ പൊട്ടിക്കരഞ്ഞ് ഉറ്റവരും നാട്ടുകാരും. ദുരന്തം ഗ്രാമത്തിന് നടുക്കുന്ന നിത്യവേദനയായി. ചേലക്കരയിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് പാടത്തേക്ക് മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. വടക്കാഞ്ചേരി മേഖലയിൽ വന്യജീവി ശല്യം മൂലം പൊറുതിമുട്ടി കർഷകർ. അകമല പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്നത് കാട്ടാനകൾ. ചാലിപ്പാടത്ത് നാശം വിതച്ച് കാട്ടുപന്നിക്കൂട്ടം. വടക്കാഞ്ചേരി കൃഷിഭവൻ പരിധിയിൽ ഒരു പ്രദേശത്തും കൃഷി ചെയ്യാനാകാത്ത സാഹചര്യമെന്ന് കർഷകർ. ഷൊർണൂരിൽ വാടക വീട്ടിൽ സൂക്ഷിച്ച ഡെക്കറേഷൻ സാമഗ്രികൾ കവർന്ന കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് വാടാനംകുറിശി അമ്പലവട്ടം സ്വദേശികൾ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. മാത്തൂർ ആനിക്കോട് മേഖലയിൽ മോഷണം നടന്ന ക്ഷേത്രങ്ങൾ ഹിന്ദു ഐക്യവേദി നേതാക്കൾ സന്ദർശിച്ചു. പട്ടാമ്പി കൊടുമുണ്ട മുതുതല പാറക്കാട് ആമയൂർ റോഡ് നവീകരണത്തിന് നടപടികൾ തുടങ്ങി. റോഡ് നവീകരണം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി PWD നേതൃത്വത്തിൽ. നവീകരണവുമായി ബന്ധപ്പെട്ട പട്ടാമ്പി MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല യോഗം. വാർത്തകൾ വിശദമായി. കരിമ്പ വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് കണ്ണീർ പ്രണാമവുമായി നാട്. തുപ്പനാട് കരിമ്പനായ്ക്കൽ ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. തുപ്പനാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. പരീക്ഷ എഴുതി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ലോറി ദേഹത്തേക്ക് മറിഞ്ഞാണ് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ചെറുള്ളി പള്ളിപ്പുറം അബ്ദുൽ സലാമിൻ്റെയും ഫാരിസയുടെയും മകൾ PA ഇർഫാന ഷെറിൻ, പൊട്ടേത്തൊടി അബ്ദുൽ റഫീഖിൻ്റെയും ജസീനയുടെയും മകൾ റിദ ഫാത്തിമ, കൗളേങ്ങിൽ സലീമിൻ്റെയും നബീസയുടെയും മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ ഷറഫുദ്ദീൻ്റെയും സജ്നയുടെയും മകൾ AS ആയിഷ എന്നിവർ മരിച്ചത്. ഇവരുടെ സഹപാഠി അജ്ന ഷെറിൻ സമീപത്തെ ചെറിയ താഴ്ചയിലേക്ക് തെറിച്ചു വീണതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒട്ടേറെ അപകടമരണങ്ങൾ നടന്ന കരിമ്പ പനയമ്പാടം വളവിൽ ഇന്നലെ വൈകിട്ട് 3:40 അപകടം. 1/2 കിലോമീറ്ററിനുള്ളിലാണ് മരിച്ച 4 പേരുടെയും വീടുകൾ. പാലക്കാട്ട് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് കയറ്റിപ്പോയ ലോറി എതിർദിശയിൽ വന്ന ലോറിയുടെ പിൻഭാഗത്തിടിച്ച് ഇടതുവശത്തേക്ക് പാഞ്ഞുകയറി വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ സിമന്റ് പൊടി പറന്നതിനാൽ കുറച്ചു നേരത്തേക്ക് ഒന്നും വ്യക്തമായില്ല. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് സിമന്റ് ലോഡ് മാറ്റി ലോറി ഉയർത്തിയ ശേഷമാണ് അടിയിൽ കുടുങ്ങിയ കുട്ടികളെ പുറത്തെടുക്കാനായത്. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ലോറി മാറ്റി കൂടുതൽ പേർ അടിയിലില്ലെന്ന് ഉറപ്പാക്കി. 5 പേരും പതിവായി ഒരുമിച്ചാണ് സ്കൂളിൽ പോയി വന്നിരുന്നത്. 5-ൽ ഒരാൾ തനിച്ചായി. 4 പേരുടെയും അന്ത്യയാത്ര ഒരുമിച്ച്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ഒരാൾക്ക് പരിക്ക്. ആംബുലൻസിലുണ്ടായിരുന്ന നഴ്സ് പാലക്കാട് സ്വദേശിനി ബിൻസിക്കാണ് പരിക്കേറ്റത്. അപകടം നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെയോടെ ചേലക്കര മേപ്പടം കൽത്തൊട്ടി പാടത്തേക്കാണ് ആംബുലൻസ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. പാലക്കാട് നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുപോയി തിരിച്ചു വന്നിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നഴ്സ് ബിൻസിയെ ചേലക്കര മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയി. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിലെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1.25 ലക്ഷം രൂപയുടെ ഡെക്കറേഷൻ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. വടനംകുറിശി നെരവത്ത് വീട്ടിൽ സുരേഷ്, പനമണ്ണ അമ്പലവട്ടം കീഴ്മുറി ചീനിക്കപ്പള്ളിയാലിൽ കൃഷ്ണദാസ് എന്ന മനു എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. കഴിഞ്ഞ മാസം 21-നും 25-നും ഇടയിലാണ് ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി ഇർഷാദിന്റെ വാടക വീട്ടിൽ നിന്ന് എയർ കൂളർ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാമഗ്രികൾ മോഷണം പോയത്. സംഭവത്തിൽ കൈലിയാട് വേമ്പലത്ത് പാടത്ത് ദീപു, വാടാനംകുറിശി കല്ലിടുമ്പിൽ സുമേഷ് എന്നിവരെ കഴിഞ്ഞ മാസം 27-ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് 2 പ്രതികൾ ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചെറുവണ്ണൂരിലെ ഒരു തീപ്പെട്ടി കമ്പനിയിൽ ഇരുവരും ജോലി ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. ഷൊർണൂർ പോലീസ് അവിടെയെത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. ഓങ്ങല്ലൂർ വാടാനംകുറിശി സ്വദേശി സുരേഷ്, പനമണ്ണ അമ്പലവട്ടം സ്വദേശി കൃഷ്ണദാസ് എന്ന മനു എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായത്. സമീപത്തെ കാടിനുള്ളിൽ നിന്ന് 2 ചാക്കുകളിലായി മോഷ്ടിച്ച ബാക്കിയുള്ള ഡെക്കറേഷൻ സാമഗ്രികളും കണ്ടെടുത്തു. മോഷണത്തിന് ശേഷം സാമഗ്രികൾ ഒറ്റപ്പാലത്ത് കൊണ്ടുപോയി വിൽപ്പന നടത്താനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇരുവർക്കുമെതിരെ ഒറ്റപ്പാലം, ഷൊർണൂർ സ്റ്റേഷനുകളിൽ വിവിധ കേസുകൾ നിലവിലുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി കൊടുമുണ്ട മുതുതല പാറക്കാട് ആമയൂർ റോഡിന്റെ നവീകരണത്തിന് നടപടിയാകുന്നു.
പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലും കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയുമാണ് റോഡ് നവീകരണത്തിന് നടപടികളായത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മുഹമ്മദ് മുഹ്സിൻ MLA നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. പട്ടാമ്പി കൊടുമുണ്ട മുതുതല തൃത്താല കുപ്പം പാതയുടെ നവീകരണത്തിനാണ് ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിനു ശേഷം നടപടികളാവുന്നത്. നേരത്തെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി റോഡ് നവീകരിക്കാൻ പദ്ധതിയായതാണ്. എന്നാൽ പലയിടത്തും റോഡിനാവശ്യമായ സ്ഥലം ലഭ്യമാവാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നവീകരണ പ്രവൃത്തികൾ പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് MLA നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് റോഡ് നവീകരണത്തിന് വഴിയൊരുക്കിയത്. കൊടുമുണ്ട മുതൽ മുതുതല ഓവുപാലം വരെയുള്ള ഭാഗത്തെ നവീകരണം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാനാണ് തീരുമാനമായത്. ഇതിനായി 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി തൃത്താല കൊപ്പം വരെയുള്ള ഭാഗത്ത് KRBയുടെ നേതൃത്വത്തിലും നവീകരണം നടപ്പാക്കാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട 3 വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും MLA ചർച്ച നടത്തി. കൊപ്പം മുതുതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് MLA നേതൃത്വത്തിൽ റോഡ് സന്ദർശിച്ചു. തടസ്സങ്ങൾ നീക്കി റോഡ് നവീകരണം വേഗത്തിലാക്കാനുള്ള നടപടികളാണ് നടന്നുവരുന്നതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി പാലവും പട്ടാമ്പിയിലെ നിലവിലെ റോഡുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് അതിന്റെ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി 3 ഡിപ്പാർട്ട്മെന്റുകളെയും വിളിച്ചുകൊണ്ട് മുതുതല പഞ്ചായത്തിൽ വെച്ച് 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒപ്പം മുതുതല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആദ്യ സ്ട്രെച്ച് PWD ചെയ്യാനും ബാക്കിയുള്ളത് KRFB ചെയ്യാനും തീരുമാനിക്കുകയും PWD റോഡും അതുപോലെ ബ്രിഡ്ജസും ഇതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അതോടൊപ്പം ബാക്കിയുള്ള വർക്ക് KRFB ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമായി. അതിന്റെ ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വടക്കാഞ്ചേരി മേഖലയിൽ വന്യജീവി ശല്യം മൂലം പൊറുതിമുട്ടി കർഷകർ. അകമല പ്രദേശത്ത് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുമ്പോൾ സമീപ പ്രദേശമായ ചാലിപ്പാടത്ത് കൃഷിക്ക് വെല്ലുവിളിയാകുന്നത് കാട്ടുപന്നികളാണ്. വടക്കാഞ്ചേരി കൃഷിഭവൻ പരിധിയിലെ വയലുകളിൽ വന്യജീവി ആക്രമണം മൂലം കൃഷി ചെയ്ത് ഉപജീവനം നടത്താനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിൽ 230 ഹെക്ടറോളം സ്ഥലത്താണ് ആകെ നെൽകൃഷി ചെയ്യുന്നത്. അകമല മലയോര മേഖലയിലെ നെൽകൃഷി വാഴക്കൊമ്പനും കുട്ടിക്കൊമ്പനും ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടം ചവിട്ടിയരച്ചും വലിച്ചു തിന്നും നശിപ്പിക്കുമ്പോൾ ചാലിപ്പാടം 5-ാം ചാലിലെ നെൽകൃഷി കുത്തിമറിച്ച് നശിപ്പിക്കുന്നത് കാട്ടുപന്നിക്കൂട്ടമാണ്. പാട്ടത്തിനടുത്ത വയലിൽ 25 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന കർഷകൻ നാസർ മങ്കരയുടെ 80 ദിവസം കൊണ്ട് മൂപ്പെത്തുന്ന പുതിയ ഇനം നെല്ലിൻ്റെ പരീക്ഷണ കൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. വടക്കാഞ്ചേരി കൃഷിഭവൻ്റെ കീഴിൽ എങ്കക്കാട്, കിഴക്ക്, പടിഞ്ഞാറ്, മേലേതിൽ പാടം, 5-ാം ചാല് ഇവിടെ കൃഷി ചെയ്യുന്നൊരു കർഷകനാണ് ഞാൻ. കൃഷി ചെയ്തുകൊണ്ട് കൃഷിയാണ് എൻ്റെ തൊഴിലും. കൃഷി ചെയ്തിട്ടുള്ള വരുമാനത്തിലാണ് ജീവിക്കുന്നത്. ആ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നഗരസഭയുടെ കീഴിലുള്ള ഈ വടക്കാഞ്ചേരി കൃഷിഭവൻ്റെ കീഴിലുള്ള ഈ പാടശേഖരത്ത് കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായ ശല്യം. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊടുന്നിട്ടുള്ള 45 ദിവസം കൊണ്ട് നട്ടിട്ട് 45 ദിവസം കൊണ്ട് കതിര് വരികയും അത് 85 ദിവസം കൊണ്ട് കതിരാവുകയും ചെയ്യുന്നൊരു നെൽവിത്ത് പരീക്ഷിച്ച പാടശേഖരമാണിത്. അവിടെ ഇന്നലെ കാട്ടുപന്നികൾ നശിപ്പിച്ചത് കണ്ടാൽ സത്യത്തിൽ സങ്കടം തോന്നും. ഒരു കർഷകൻ്റെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും രൂക്ഷമായ രീതിയിൽ, അതായത് നട്ടു വളർത്തിയ ഇത് വിളവ് നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, ആ സങ്കടം അത് പറയാൻ പറ്റുന്ന ഒരു സങ്കടമല്ല. പക്ഷേ സാധാരണ അത് താങ്ങാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ കുറേ കർഷകർക്ക് ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടാണ്. അത്രയും പ്രയാസമാണ്. അത് വാക്കുകൾ വരുന്നില്ല. അതായത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. കാട്ടാനയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാളുകളായി പ്രദേശത്ത് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ കൃഷിനാശം വരുത്തിയാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും യാതൊരു സഹായങ്ങളും ഉണ്ടാകാറില്ലെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് KM അഷറഫ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുത ചാർജ് വർധനയ്ക്കെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന തലത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായാണ് മുള്ളൂർക്കരയിലും പ്രകടനം നടന്നത്. പ്രതിഷേധ പ്രകടനത്തിൽ സെക്രട്ടറി CS നൌഫൽ, വൈസ് പ്രസിഡന്റ് CM ഷംസുദ്ദീൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ട്രഷറർ KM പ്രേമൻ നന്ദി പറഞ്ഞു. വൈദ്യുത ചാർജ് വർധനവിനെതിരെയുള്ള സൂചനാ സമരം മാത്രമാണിതെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. നമുക്കറിയാം, ഇന്ന് കേരള സംസ്ഥാനം മുഴുവൻ
എല്ലാ യൂണിറ്റുകളിലും വിധേയമാകുന്ന പത്രം കുറച്ച് പ്രകടനം ഇതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ സർക്കാർ ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മാത്തൂർ ആനിക്കോട് മേഖലയിൽ മോഷണം നടന്ന ക്ഷേത്രങ്ങൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഭാരവാഹികൾ സന്ദർശിച്ചു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾക്ക് പിന്നിൽ വൻ സംഘമുണ്ടെന്നും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ആനിക്കോട് കാവൽ ഭഗവതി ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളും കാപ്പിക്കാട് അയ്യപ്പ ക്ഷേത്രം, പുലിയത്തൂർ ശിവക്ഷേത്രം, പരക്കോട്ടപ്പൻ ശിവക്ഷേത്രം ഇവയിലെ ഓരോ ഭണ്ഡാരങ്ങളുമാണ് തകർത്ത് മോഷ്ടിച്ചിരിക്കുന്നത്. കൂടാതെ കാവൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവതാ വിഗ്രഹം പിഴുതെറിഞ്ഞിട്ടുമുണ്ട്. മോഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത 2 പേർ പ്രായപൂർത്തിയാവാത്തവരാണെങ്കിലും അവരുടെ പിന്നിൽ നിലയുറപ്പിച്ച വ്യക്തികളെ രംഗത്ത് കൊണ്ടുവരണമെന്നും മോഷ്ടാക്കൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PN ശ്രീരാമൻ, പാലക്കാട് അധ്യക്ഷൻ മധുസൂദനൻ മാസ്റ്റർ, ഉപാധ്യക്ഷൻ ഉദയൻ, ആലത്തൂർ താലൂക്ക് സെക്രട്ടറി ചന്ദ്രൻ, ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ രാമചന്ദ്രൻ, ഉപാധ്യക്ഷൻ സുരേന്ദ്രൻ, BC വിനോദ്, CK ദിലീപ്, ഷിജിൻ എന്നിവരാണ് മോഷണം നടന്ന ക്ഷേത്രങ്ങൾ സന്ദർശിച്ചത്. ഒരു പ്രതികാരമാണ്. അപ്പോൾ ആ പ്രതികാരം നടത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങളും മറ്റെന്തോ ലക്ഷ്യങ്ങളും ഉണ്ട് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹിന്ദു സംഘടനാ വിശ്വാസികളുടെ പ്രവർത്തകർ എന്ന നിലയിൽ ഇവിടെ ഒരു പ്രതിനിധി സംഘം എത്തിച്ചേരുകയും തുടർന്നുള്ള കേസ് പോലെയുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെടാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടായി. മണ്ണൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷഹബാസിനെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അജ്മൽ എന്നിവർ സന്ദർശിച്ചു. ഷഹബാസിന്റെ തുടർ ചികിത്സ ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ജയഘോഷ് അറിയിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഷഹബാസിന്റെ തുടർ ചികിത്സ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുമെന്നും ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും അറിയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശുജിത്ത്, വൈസ് പ്രസിഡന്റ് സക്കറിയ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമേഷ്, സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, മണ്ഡലം സെക്രട്ടറി പ്രശാന്ത്, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് ഫഹദ്, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കനകരാജ്, അബൂ താഹിർ കോട്ടക്കുന്ന്, റഫീഖ്, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അസീസ്, സാലിഹ്, റിയാസ്, ന്യൂനപക്ഷ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈനുദ്ദീൻ കോട്ടക്കുന്ന് തുടങ്ങി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണം നടന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിപ്പാട് അടുപ്പിൽ ആദ്യ അഗ്നി പകർന്നു. തുടർന്ന് നൂറുകണക്കിന് ഭക്തർ നിവേദ്യം സമർപ്പിച്ചു. വൈകുന്നേരം ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടക്കും. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ട ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പരിപാടിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ 2ാം ഘട്ട ജനകീയ ക്യാമ്പയിൻ്റെ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പരിപാടിക്കാണ് നഗരസഭ പരിധിയിലെ മുച്ചീരത്തോട് വെള്ളിലപ്പെട്ടിത്തോട് ശുചീകരണത്തോടെ തുടക്കമായത്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT റുക്കിയ, വാർഡ് കൗൺസിലർ N രാജൻ മാസ്റ്റർ, KR നാരായണസ്വാമി, ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ PV സുബ്രഹ്മണ്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാമിനാഥൻ, TP പ്രവീൺ എന്നിവർ സംസാരിച്ചു. ശുചീകരണ പരിപാടിയിൽ നഗരസഭ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ വിഭാഗം തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പ്രദേശവാസികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളത്തിനായി നഗരസഭ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളും മാലിന്യം അലക്ഷ്യമായി വലിച്ച് എറിയരുതെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുതെന്നും മാലിന്യമുക്ത നവകേരളത്തിനായി എല്ലാ നാട്ടുകാരും സഹകരിക്കണമെന്നും ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്ത് എന്ന ലക്ഷ്യവുമായി സൗജന്യ വ്യായാമ മുറകൾ പരിശീലിപ്പിച്ച് മുന്നേറുന്ന മാക്സ് 7 പൊതുജനാരോഗ്യ സേനയുടെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഡിസംബർ 15 ഞായറാഴ്ച നടക്കും. വിമുക്തഭടനായ കൊണ്ടോട്ടി സ്വദേശി ക്യാപ്റ്റൻ സലാഹുദ്ദീൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ വ്യായാമ മുറകൾ സംയോജിപ്പിച്ച് രൂപം നൽകിയതാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ മാക്സ് 7. ആരോഗ്യമുള്ള ജനത നാടിൻ്റെ സമ്പത്ത് എന്ന ലക്ഷ്യവുമായി സൗജന്യമായാണ് ഈ വ്യായാമ മുറ പരിശീലിപ്പിക്കുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തി പ്രവർത്തിച്ചു വരുന്ന മാക്സ് 7 സ്വദേശത്തും വിദേശത്തുമായി 600-ലധികം യൂണിറ്റുകളിലായി 1,00,000-ൽ പരം ആളുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായും മാക്സ് 7ൻ്റെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഡിസംബർ 15 രാവിലെ 6:30 ഓങ്ങല്ലൂർ അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ
VK ശ്രീകണ്ഠൻ MP നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് തുടങ്ങിയവരും മറ്റു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറ, അതിൻ്റെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഈ ഡിസംബർ 15-ാം തീയതി പോക്കുപടിയിലുള്ള അത്ഭുത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവരുകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മെക്സവൻ്റെ ഫൗണ്ടർ ക്യാപ്റ്റൻ ഡോക്ടർ സലാഹുദ്ദീൻ സാറ്, അതുപോലെ തന്നെ മെക്സവൻ്റെ വേൾഡ് അംബാസിഡർ അറക്കൽ ബാവ സാഹിബ് എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. മാനസിക ശാരീരിക ഉന്മേഷം പ്രദാനം ചെയ്യുന്ന ഈ വ്യായാമ മുറയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ മൂലവും ജോലി സമ്മർദ്ദം മൂലവുമെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ജാതിമത രാഷ്ട്രീയ സംഘടനാ താൽപ്പര്യങ്ങളൊന്നും മെക്സവന് ഇല്ലെന്നും ഈ രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. മെക്സവൻ പാലക്കാട് ജില്ലാ ഇൻചാർജ് ജമാൽ പരവയ്ക്കൽ, ഏരിയ കോർഡിനേറ്റർ സൈദലവി, ട്രെയിനർ KT മൊയ്തീൻകുട്ടി വാരണാകുശി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇല്യാസ് വരമംഗലത്ത്, മേഖലാ സബ് കോർഡിനേറ്റർ ഷൗക്കത്തലി കാരക്കാട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കരിമ്പ വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് നാടിന്റെ കണ്ണീർ പ്രണാമം. പൊതുദർശന വേളയിൽ പൊട്ടിക്കരഞ്ഞ് ഉറ്റവരും നാട്ടുകാരും. ദുരന്തം ഗ്രാമത്തിന് നടുക്കുന്ന നിത്യവേദനയായി. ചേലക്കരയിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് പാടത്തേക്ക് മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. വടക്കാഞ്ചേരി മേഖലയിൽ വന്യജീവി ശല്യം മൂലം പൊറുതിമുട്ടി കർഷകർ. അകമല പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്നത് കാട്ടാനകൾ. ചാലിപ്പാടത്ത് നാശം വിതച്ച് കാട്ടുപന്നിക്കൂട്ടം. വടക്കാഞ്ചേരി കൃഷിഭവൻ പരിധിയിൽ ഒരു പ്രദേശത്തും കൃഷി ചെയ്യാനാകാത്ത സാഹചര്യമെന്ന് കർഷകർ. ഷൊർണൂരിൽ വാടക വീട്ടിൽ സൂക്ഷിച്ച ഡെക്കറേഷൻ സാമഗ്രികൾ കവർന്ന കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് വാടനംകുറിശി, അമ്പലവട്ടം സ്വദേശികൾ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 മാത്തൂർ ആനിക്കോട് മേഖലയിൽ മോഷണം നടന്ന ക്ഷേത്രങ്ങൾ ഹിന്ദു ഐക്യവേദി നേതാക്കൾ സന്ദർശിച്ചു. പട്ടാമ്പി കൊടുമുണ്ട മുതുതല പാറക്കാട് ആമയൂർ റോഡ് നവീകരണത്തിന് നടപടികൾ തുടങ്ങി. റോഡ് നവീകരണം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി PWD നേതൃത്വത്തിൽ. നവീകരണവുമായി ബന്ധപ്പെട്ട പട്ടാമ്പി MLA യുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല യോഗം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.